ചെയ്യുന്നത് എന്തെന്ന് അറിയാകയാൽ അവരോട് ക്ഷമിക്കണമേ. യേശു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം പീലാത്തോസിന്റെ അടുത്ത് പോയി, എടാ പീലാത്തോസെ, വലിയ ഗവർണറെ, നീ എന്നെ തല്ലിക്കൊന്ന് ക്രൂശിൽ, അതെ, നീ എന്നെ തല്ലിക്കൊന്ന് കല്ലറയിൽ വെച്ചു, കണ്ടോ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്ന് പീലാത്തോസിന് മുമ്പിൽ വീമ്പിളക്കുവാൻ വേണ്ടി പോയതേ ഇല്ല. നിന്നെ തകർക്കുവാൻ വേണ്ടി വെല്ലുവിളിച്ച് നിൽക്കുന്നവരുടെ മുൻപിൽ വീണ്ടും ചെന്ന് വീണ് ആ ചെന്നായ്ക്കൾ മുഴുവൻ നിന്റെ മേൽ ചാടി വീഴണം എന്നല്ല ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു പിടിപ്പിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് മറിയേണ്ടടുത്ത് മറഞ്ഞിരിക്കെ, നിന്റെ ഉള്ളിൽ കയ്പുണ്ടാകരുത്. യേശു കർത്താവ് ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്നതുപോലെ അവന്റെ സാന്നിധ്യത്തിലും അവന്റെ സഹിത്വത്തിലും നിറഞ്ഞിരിക്കുക. യേശുവിന്റെ സ്വഭാവം നിന്നിൽ ഉണ്ടായിരിക്കട്ടെ. വിടേണ്ടത് വിട്, ക്ഷമിക്കേണ്ടത് ക്ഷമിക്ക. ദൈവത്തിന്റെ കൃപയിൽ കയ്പില്ലാത്തവരായി ജീവിക്കുക. കയ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിന്റെ ഉള്ളിൽ കയ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്തുണ്ടോ അതാണ് നീ കൊടുക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ കയ്പുണ്ടെങ്കിൽ വരുന്നവരോടും പോകുന്നവരോടും ആ കയ്പിന്റെ വാക്ക് നീ പറയും. നിന്റെ പ്രസംഗത്തിൽ കയ്പായിരിക്കും, നിന്റെ എഴുത്തിൽ കയ്പായിരിക്കും, നിന്റെ പെരുമാറ്റത്തിലും ടെലിഫോൺ കോളിന് കയ്പായിരിക്കും. ഒരു ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് ഇപ്രകാരം പറഞ്ഞു, മകനെ, കയ്പിന്റെ ഹൃദയത്തിന് എന്റെ അഭിഷേകത്തെ കൊണ്ടു നടക്കാൻ കഴിയത്തില്ല. കയ്പിന്റെ വാക്കുകൾക്ക് എന്റെ ജനത്തെ വിടിവിപ്പാനും കഴിയത്തില്ല. കയ്പിന്റെ ഹൃദയത്തിന് അഭിഷേകത്തെ കൊണ്ടു നടക്കാൻ കഴിയത്തില്ല. കയ്പിന്റെ വാക്കുകൾക്ക് ജനത്തെ വിടിവിപ്പാനും കഴിയത്തില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ദൈവദാസന്മാരെ, നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയമായിരിക്കട്ടെ. ദൈവം കയ്പിന്റെ ദൈവമല്ലല്ലോ. അവൻ മാറിയ മധുരമാക്കിയവൻ അത്രേ. അവൻ കയ്പുകളെ ചുമന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് സകല കയ്പുകളെ കാൽവരി ക്രൂശിന്മേൽ ഏറ്റെടുത്തത് നമ്മുടെ സകല കയ്പുകളെ മാറിപ്പോകാൻ അത്രേ. ഇപ്പോൾ തന്നെ ഫ്രീ ആകട്ടെ, ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ. ക്ഷമിക്കുക, മറക്കുക. നനഞ്ഞ അപ്പുപന്താടിക്ക് പറക്കുവാൻ കഴിയാതിരിക്കുന്നത് പോലെ കയ്പിരിക്കുന്ന നിന്റെ ഹൃദയത്തിലൊരു കയ്പുണ്ട് എങ്കിൽ നിനക്കൊരിക്കലും ഉയരുവാനും വലുതാകുവാനും കഴിയത്തില്ല. പലരുടെയും ശുശ്രൂഷകൾ വളരാത്തത്, പലരുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവ് ദുഃഖിച്ച് ഒരു പരിധിക്കപ്പുറം പോകുവാൻ കഴിയാത്തത് നിന്റെ ഉള്ളിൽ കയ്പിന്മേൽ കയ്പ് ഇരിക്കുന്നത് കൊണ്ടത്രേ. വീണ്ടും ഞാൻ പറയുന്നു, അതുകൊണ്ട് ക്ഷമിക്കുക, മറക്കുക, ക്ഷമിക്കുക. അങ്ങനെയെങ്കിൽ നിശ്ചയമായി നീ ഫലഭൂയിഷ്ടം ഉള്ളവൻ ആയിത്തീരും. നീ ഒരു ഫലപ്രദം ഉള്ള ഒരു വ്യക്തിയായി തീരുക തന്നെ ചെയ്യും. പഴയ നിയമത്തിന്റെ വചനമല്ല, പുതിയ നിയമത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ ദൈവമായ കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, ദൈവദാസന്മാരെ നമ്മെ വിളിച്ചിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ കൃപയാൽ ക്രിസ്തു യേശുവിന്റെ സ്വഭാവം നമ്മിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ഐക്യനാടിൽ ഡെയിലി ടെലിവിഷൻ പ്രോഗ്രാം ഒരു വലിയ സഭ എന്ന ക്രമത്തിൽ വളരെ ശക്തിയായി ദൈവം പ്രയോജനപ്പെടുത്തിയ ഒരു ദൈവദാസനുണ്ടായിരുന്നു. ഒരു പ്രത്യേക സമയത്ത് ജയിലിലായി. എല്ലാവരും തനിക്കെതിരായി, എല്ലാവരും തന്നെ മറന്ന്, എല്ലാവരും ഓർക്കുന്നവരെല്ലാവരും കുറ്റം പറഞ്ഞു. കാലക്രമേണ എല്ലാവരുടെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം അപ്രത്യക്ഷമായി. ബ്രദർ ദിനകരൻ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ഒരു ദൈവദാസൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചിരിക്കുമ്പോൾ ലോകം മുഴുവൻ അവനോട് ചേർന്ന് ചിരിക്കും. ഒരു ദൈവദാസൻ കരയുമ്പോൾ അവന് ഒറ്റയ്ക്കിരുന്ന് കരയും. ഈ മനുഷ്യനും ആ ജയിലിൽ ഒറ്റയ്ക്കായിരിക്കുക. അമേരിക്കക്കാരനായ ഈ മനുഷ്യൻ തൻ്റെ ബർത്ത്ഡേ പോലും മറന്നു. അത്രയ്ക്ക് ദുഃഖം, അത്രയ്ക്ക് ഭാരം. താൻ കരഞ്ഞും വിലപിച്ചും ഇരിക്കുമ്പോൾ ഒരു ദിവസം ബർത്ത്ഡേ വന്നെത്തി. 4 ദിവസമായി പനിയാണ്. ആ പനി നിമിത്തം ഷേവ് ചെയ്തിട്ടില്ല, കുളിച്ചിട്ടില്ല, നാറിയിരിക്കുക. ആ ബർത്ത്ഡേ ദിവസം ഒരു പോലീസുകാരൻ്റെ ഏറ്റവും നല്ല ഒരു ഫ്ലവർ ബൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. മനോഹരമായൊരു കവറും കൊടുത്തു. നല്ല ഒരു കാർഡും കവറും ഇരിക്കുന്നു. മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്ലവർ. ഈ മനുഷ്യൻ ഞെട്ടി. പെട്ടെന്ന് ആ കവർ തുറക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പാട്ട് കേട്ടു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ മനുഷ്യൻ അതിശയിച്ചു. അയ്യോ, ആരാ എൻ്റെ ബർത്ത്ഡേ ഓർത്ത് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നത്? ഞാൻ പോലും എൻ്റെ ബർത്ത്ഡേ മറന്നപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ, ഹാപ്പി ബർത്ത്ഡേ പറയുവാൻ, എന്നും കണ്ണുനീരല്ല, എന്നും ഇങ്ങനെ ജയിൽവാസമല്ല, നിന്നയല്ല, ഒരു നല്ല കാലം നിനക്കുണ്ട് എന്ന് പറയുവാൻ ആരാ വന്നിരിക്കുന്നത്? അതും എഴുന്നേറ്റ് പോലീസുകാരനെ പിന്നാലെ പോകുമ്പോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഒരു മനുഷ്യൻ നിൽക്കുക. ഈ ജയിലിൽ കിടക്കുന്ന ദൈവദാസൻ പോയി നിന്ന് തൻ്റെ പേര് പറഞ്ഞു. എക്സ്ക്യൂസ് മീ, ക്ഷമിക്കണമേ. തൻ്റെ പേര് പറഞ്ഞു, ഐ എം ജിം ബേക്കർ. തൻ്റെ പേര് പറയുമ്പോൾ ആ വന്ന വിസിറ്റർ തിരിഞ്ഞു. അതാരായിരുന്നെന്നറിയോ? ഡോക്ടർ ബില്ലി ഗ്രഹാം. ജയിലിൽ കിടന്ന ജിം ബേക്കറിനെ കാണുവാനും ആശ്വസിപ്പിക്കാനും കടന്നുപോയി. ഒരു വലിയ ദൈവദാസൻ ഒരു ചെറിയവൻ തകർന്നു കിടന്നപ്പോൾ വാക്കുകളാൽ അദ്ദേഹത്തെ ബലപ്പെടുത്തുവാൻ കടന്നുപോയി. ഈ ദിവസങ്ങളിൽ മുറിവേറ്റവരെ, മറ്റുള്ളവരിൽ നിന്ന് ദ്രോഹവും വേദനയും ഏറ്റെടുത്തവരെ,
മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നയും അപമാനവും ചുമന്നവരെ പരിശുദ്ധാത്മാവ് നിങ്ങൾ നോക്കി പറയുന്നു, നിങ്ങളെ വേദനിപ്പിച്ചവരുടെ മുറിവുകളെ കെട്ടുവാൻ, നിങ്ങളെ മുറിച്ചവരുടെ മുറിവുകളെ കെട്ടുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. നിങ്ങളെ കരയിപ്പിച്ചവരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരുവാൻ വേണ്ടി പോകുന്നു. തൻ്റെ സഹോദരന്മാർ യോസെഫിനെ ദ്രോഹിച്ചവരാണ്, പൊട്ടക്കിണറ്റിലിട്ടവരാണ്. ഓ അപ്പാവൻ തീർന്നുപോയി, ഇങ്ങനെ ഒരുത്തൻ ഇല്ല, ദൈവകൃപ അവനില്ല, അവൻ അഭിഷേകത്തിൽ നിന്ന് വീടുപോയി, അവനൊരു ശുശ്രൂഷ ഇല്ല എന്ന് പറഞ്ഞവർക്ക് അവിടെ ചാക്ക് നിറയെ വിളമ്പി കൊടുപ്പാൻ യോസെഫിന്റെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തിയതുപോലെ ഏത് കുടുംബങ്ങളാണോ, ഏത് വ്യക്തികളാണോ, ഏത് സമൂഹമാണോ നീ തീർന്നു എന്ന് പറയുന്നത്, അവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടിപ്പാൻ വേണ്ടിയല്ല, പ്രത്യുത അവർക്ക് വിളമ്പിക്കൊടുക്കുവാൻ നിന്റെ കരങ്ങളിൽ ചിലതിനെ ദൈവം തരുവാൻ വേണ്ടി പോകുന്നു. 2007 യോസെഫേ, ഇന്നലത്തെ സീസൺ കഴിഞ്ഞു, ഇന്നലത്തെ നാളുകൾ കഴിഞ്ഞു. ഒരു പുതിയ സീസണിലേക്ക് ദൈവം നിന്നെ നടത്തുകയാണ്. നിന്റെ ഭണ്ഡാരശാലകൾ മുഴുവൻ ഈ കാലഘട്ടത്തിന്റെ വെളിപ്പാടുകളാൽ നിറയട്ടെ, വചനത്തിന്റെയും ദൂതിന്റെയും വെളിപ്പാടുകളാൽ നിറയട്ടെ. ആയിരങ്ങൾക്ക് വിളമ്പിക്കൊടുക്കുവാൻ ദൈവം നിന്റെ കരങ്ങളെ ബലപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. ഏതോ 50 വർഷം മുമ്പ് ആരോ പ്രസംഗിച്ചതിന്റെ ബാക്കിയല്ല, ഈ കാലഘട്ടത്തിന്റെ ദൂതുകൾക്കായി ദൈവം നിന്നെ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ നിയോഗത്താൽ നിർത്തുവാൻ വേണ്ടി പോകുന്നു. ഒരു സ്റ്റെപ്പ് ആഴങ്ങളിലേക്ക് ഇറങ്ങി പറഞ്ഞാൽ, നിന്നെ വിമർശിച്ചവരെ, നിന്നെ തല്ലി തകർക്കുവാൻ വെല്ലുവിളിച്ചവർക്ക് പോലും നീ ഒരു അനുഗ്രഹമാകുവാൻ വേണ്ടി പോകുന്നു. നീ ചോദിക്കും, കർത്താവേ, എന്തിനു വേണ്ടിയാണ് ഞാൻ കരഞ്ഞത്? എന്തിനു വേണ്ടിയാണ് ഞാൻ വിഷമിച്ചത്? കരഞ്ഞവർക്ക് മാത്രമേ കണ്ണുനീരെന്തെന്നറിയത്തുള്ളൂ. നിന്ന കേട്ടവർക്ക് മാത്രമേ നിന്ന എന്തെന്നറിയത്തുള്ളൂ. മുറിവേറ്റവർക്ക് മാത്രമേ മുറിവ് എന്തെന്നറിയത്തുള്ളൂ. ഇന്നലകളിൽ ദൈവം ആ തീയും വെള്ളവും നിന്റെ ജീവിതത്തിൽ അനുവദിച്ചത് മറ്റുള്ളവരുടെ വേദന എന്തെന്ന് നീ അറിവാൻ വേണ്ടിയത്രേ. ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. ഒന്നാമതായി, അതെ, മനസ്സെ ജനിക്കട്ടെ, മനസ്സെ ജനിക്കട്ടെ. ആ കയ്പുകളെ പുറത്തുകള. യേശു കർത്താവിനോട് കണ്ണുനീരോട് പറഞ്ഞാട്ടെ, forgive and forget. കർത്താവേ, ഞാനിത് ക്ഷമിക്കുന്നു, ഞാനിത് മറക്കുന്നു, ഞാനിത് ക്ഷമിക്കുന്നു, ഞാനിത് മറക്കുന്നു. നിന്നെ നിന്ദിച്ചു എന്ന് പറയുന്നവർ, നിന്നെ വേദനിപ്പിച്ചു എന്ന് പറയുന്ന അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഇന്ന് ഇപ്പോൾ തന്നെ അങ്ങയുടെ സന്നിധിയിൽ സുഖിയന്മാരുടെ നിന്നുകെട്ട് മടുത്തിരിക്കുന്ന ഈ ജനത്തിൻ്റെ ഹൃദയത്തിലുള്ളതായ എല്ലാ വ്യഥകൾ, വേദനകൾ, കയ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. പൂർണ്ണമായ ദൈവിക വിടുതൽ അവിടെ ജീവിതത്തിന്മേൽ കർത്താവ് അയച്ച് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജീസസ്, എല്ലാ കയ്പുകൾ മധുരമായി തീരട്ടെ. മാറ മധുരമായി തീരുന്നത് പോലെ എല്ലാ ഹൃദയങ്ങൾ ഇപ്പോൾ തന്നെ സ്വതന്ത്രമാകട്ടെ. ജീവിതത്തിൽ, കുടുംബത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന, കെട്ടിനിൽക്കുന്ന, വർഷങ്ങളായി കെട്ടിനിൽക്കുന്ന എല്ലാ കയ്പുകൾ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്പർശനത്താൽ മറയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കയ്പിന്റെ ആത്മാവെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. കുടുംബ ജീവിതത്തിൽ, ബന്ധങ്ങൾക്ക് ഇടയിൽ, പ്രിയപ്പെട്ടവർക്ക് ഇടയിൽ ഉള്ളതായ എല്ലാ കയ്പുകൾ മാറിപ്പോകട്ടെ. സഭാ മണ്ഡലത്തിൽ, ശുശ്രൂഷ മേഖലകൾ ഉള്ളതായ സകല കയ്പുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ മറയട്ടെ. ജീസസ് പൂർണ്ണമായ വിടുതൽ നൽകും. അയാളുടെ ശക്തിയുള്ള നാമം നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി വ്യത്യാസത്തിലേക്കും വിടുതലിലേക്കും നയിക്കപ്പെടുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന കയ്പുകൾ നിമിത്തം രോഗികളായിരിക്കുന്ന വ്യക്തികളുണ്ട്. എല്ലാ ബ്ലഡ് പ്രഷറിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ ഡയബറ്റിക്സ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതകരമായി കർത്താവെ, നീ അവരെ വിടിവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ജിജി എന്ന് പേരുള്ള ഒരു സഹോദരി ഇന്ന് പകൽ എന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ 4 വർഷവും 5 മാസവുമായി നീ അനുഭവിക്കുന്നതായ എല്ലാ മാരകമായ രോഗം ജിജി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുന്നു. നന്ദി കർത്താവെ. സൈനസ് പ്രോബ്ലം ഉള്ളതായ ഒരു വ്യക്തി ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. താങ്ക് യു ലോർഡ്. അസ്ഥികൾക്ക് തേയ്മാനം സംഭവിച്ച് ശരീരം മുഴുവനായി, പ്രത്യേകിച്ച് അരയുടെ ഭാഗത്ത്, കാലിൻ്റെ ഭാഗത്ത് ഒക്കെയും വളരെ വേദന അനുഭവിക്കുന്ന ഒരു മാതാവ് എന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ സൗഖ്യം പ്രാപിക്കുക. താങ്ക് യു ലോർഡ്. പൂർണ്ണ വിടുതലിനായി നന്ദിയോട് സ്തോത്രം. അവിടെ അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കിഡ്നിയുടെ എല്ലാ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ കിഡ്നി രോഗങ്ങൾ വിട്ടു പോകട്ടെ. താങ്ക് യു ജീസസ്. റൊമാറ്റിക് ആർത്രൈറ്റിസ് നിമിത്തം, പ്രത്യേക വാദരോഗം നിമിത്തം ഹൃദയത്തിന് തകരാറുള്ള, സന്ധിത്തോറും നീരുകൾ കെട്ടി നിൽക്കുന്ന ഒരു സഹോദരനെ കേൾക്കുന്നു. ഹൃദയത്തിനാൽ പ്രധാന
രോഗം. പക്ഷെ അതേ നിമിത്തം ഒരു വാതരോഗം നിമിത്തം അതേ നിനക്ക് സന്ധി തോറും ജോയിൻസ് തോറും നീരുകൾ കെട്ടി നിൽക്കുന്നു. രണ്ട് പ്രശ്നം, ഒന്ന് ഹൃദയരോഗം, മറ്റൊന്ന് വാതരോഗം. ഇപ്പോൾ ആ നീരുകൾ അപ്രത്യക്ഷമാകുന്നു, വേദനകൾ മറിയുന്നു. നന്ദി കർത്താവേ, അങ്ങയുടെ വിലയേറിയ കൃപയ്ക്കായി സ്തോത്രം. ഒരു തോംസനെ ഞാൻ കാണുന്നു. തോംസൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചിലന്തി വല കെട്ടിയിരിക്കുന്നത് പോലെ നിന്റെ മുൻപിൽ കെട്ടി നിർത്തിയിരിക്കുന്ന എല്ലാ തടസ്സങ്ങൾ, എല്ലാ ശാപത്തിന്റെ വലകൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തകർന്നു മാറുകയാണ്. പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുക. താങ്ക് യു ജീസസ്. നിന്റെ കുഞ്ഞുങ്ങൾ അവിടുന്ന് തുടർന്ന് കൃപയ്ക്കായി സ്തോത്രം. എല്ലാ രോഗത്തിന്റെ കെടുതികളെ, ബലഹീനതകളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. എല്ലാ രോഗശക്തികൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഇപ്പോൾ തന്നെ ഈ ജനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി നന്ദി. അത്ഭുതം ചെയ്യും. തലമുതൽ പാദം വരെ ഈ ജനത്തിലേക്ക് അങ്ങയുടെ സൗഖ്യത്തിന്റെ സാന്നിധ്യവും വിടുതലും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അവിടുന്ന് അയച്ച് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പൂർണ്ണ സൗഖ്യത്തിനായി നന്ദി, പൂർണ്ണ സൗഖ്യത്തിനായി നന്ദി, പൂർണ്ണ സൗഖ്യത്തിനായി നന്ദി. ജീസസ്, അവിടുന്ന് തൊട്ട് കഴിഞ്ഞ കൃപയ്ക്കായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അതേ സഹോദരങ്ങളെ, ക്ഷമിക്കുക, മറക്കുക, സക്സസ് ആകുക. ക്ഷമിക്കുക, മറക്കുക, ജയിക്കുക. എഴുതിയിട്ട് കാണാതെ പഠിച്ചാട്ടെ. ക്ഷമിക്കുക, മറക്കുക, ജയിക്കുക. ക്ഷമിക്കുക, മറക്കുക, ജയിക്കുക. അതെ, കർത്താവിൻ്റെ കൃപയാൽ ഈ ദിവസങ്ങൾ വലിയ മുന്നേറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകും. സംശയമില്ലാത്ത കാര്യം. ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിക്കുക. 9447 306004 എന്ന മൊബൈൽ നമ്പറിൽ വിളിക്കുക. ഇല്ലെങ്കിൽ അതെ 0471-272-5273 ഈ നമ്പറിൽ ഞങ്ങളെ വിളിച്ച് അതെ പ്രാർത്ഥന ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ ആവശ്യപ്പെടുക. അല്ലെങ്കിൽ അതെ ഞങ്ങൾക്ക് ഒരു പ്രയർ റിക്വസ്റ്റ് ആയിട്ട് ഒരു പ്രാർത്ഥന അപേക്ഷയായി എഴുതി പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഡൊണേഷൻസിന്, നിങ്ങളുടെ സപ്പോർട്ടുകൾക്ക് നന്ദി. TV ക്ലബ്ബ് മെമ്പേഴ്സ് ആകുവാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 6543, തിരുവനന്തപുരം 25. മറക്കരുത്, ശോഭനമായ ഭാവി നിങ്ങൾക്കുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഡൊണേഷൻസും അയക്കേണ്ട വിലാസം ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 6543, ട്രിവാൻഡ്രം 25. ഫോൺ 272-5272, 272-5273.